ഹിജാബ് പ്രശ്നം കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കർണാടകത്തിലെ കോളേജിൽ നടന്ന ഹിജാബ് വിഷയത്തിലുള്ള ആ പ്രതിസന്ധികൾ ഇപ്പോഴും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത സംസ്ഥാനമായ നമ്മുടെ കേരളത്തിലേക്കും അത് കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാനന്തവാടിയിലെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഒരു കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി കടന്നു വരികയും ഒളിക്യാമറ ദൃശ്യങ്ങളിലൂടെ സിസ്റ്ററിൻ്റെ ഒരു പ്രകോപനപരമായ വാക്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത സംഭവം വളരെ വിവാദമായി. കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗത്തിൽ ചില തീരുമാനങ്ങളൊക്കെ വന്നു. സിസ്റ്റർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. എന്നാൽ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത മിക്കവാറും വിദ്യാർത്ഥി സംഘടനകൾ, അതുപോലെ തന്നെ മറ്റ് ചില പൊതുപ്രവർത്തകർ, അവരൊക്കെയും സിസ്റ്ററിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടെ തന്നെ അവിടെ നിലപാടെടുത്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാസ പോലെയുള്ള ചില സംഘടനാ പ്രവർത്തകർ മാത്രമാണ് സിസ്റ്റർക്ക് അനുകൂലമായി നിന്ന് സംസാരിച്ചത്. ഈ വിഷയത്തിൽ ഇന്ന് ഷെഖേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഫാദർ ബിജു വെട്ടുകല്ലേൽ CMI, പ്രിൻസിപ്പൽ വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ അടിമാലി, ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ്, കാസയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെവിൻ പീറ്റർ, 3 പേർക്കും സ്വാഗതം. ഹിജാബ് വിഷയം കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നിരിക്കുന്ന വിവരം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ കർണാടകത്തിലെ ഈ വിഷയം കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ അജണ്ടകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ജനറൽ യൂണിഫോമിന് വേണ്ടി നിലപാടെടുത്ത ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പോലും ഇസ്ലാമിസ്റ്റ് ചിന്താഗതികൾക്ക് അനുകൂലമായി നിലപാടെടുത്തുകൊണ്ട് ഇന്നലത്തെ യോഗത്തിൽ സംസാരിക്കുന്നതായി നമ്മൾ അറിയാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ എന്താണ് മാനന്തവാടിയിൽ സംഭവിച്ചത്, ശ്രീ കെവിൻ പീറ്റർ? ശരിക്കും ഇത് ഒരു അജണ്ടയുടെ, നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമാണ്. ഇതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, മുസ്ലിം പെൺകുട്ടികളെ, പുതുതായിട്ട് വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട പെൺകുട്ടികളെയും അവരുടെ മതത്തിന്റെ ഇതിൽ അടിച്ചമർത്തിയിടുക, അവരുടെ സ്വാതന്ത്ര്യങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഭാവിയിലെ അഫ്ഗാനിലെ പോലെയുള്ള സ്ത്രീകളെ വാർത്തെടുക്കാനുള്ള ഒരു ശ്രമം. രണ്ടാമത്, പോപ്പുലർ ഫ്രണ്ട്, SDPI പോലുള്ള സംഘടനകൾ തങ്ങളാണ് ഇസ്ലാം സമുദായത്തിന്റെ സംരക്ഷകർ എന്ന് വരുത്തി തീർത്ത് അവരുടെ പിന്നിൽ ആളെ കൂട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. മൂന്നാമത്, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് അന്യമതസ്ഥരായിട്ടുള്ളവർ നടത്തുന്ന വിദ്യാലയങ്ങളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ തകർത്ത് അവരെ ഭീഷണിപ്പെടുത്തി, അവരെ ആർക്കും പുതുതായി ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ അവരെ ഭീഷണി കൊണ്ട് അടിച്ചമർത്തിക്കൊണ്ട് ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി അതിൽ അവരുടെ അജണ്ടകൾ സ്ഥാപിച്ചുകൊണ്ട് അത് കേരളം അങ്ങോളം ഇങ്ങോളം അതിന്റെ എഫക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള അവരുടെ അജണ്ടയുടെ ഭാഗമാണ് ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവം. ശരിക്കും കർണാടകത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ പോലും ആലോചന നടക്കുന്നതും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കേരളത്തിൽ തന്നെയാണ്, കർണാടകത്തിലല്ല. ഇപ്പോൾ നമുക്ക് കർണാടകത്തിലെ വിഷയത്തിൽ വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഹിജാബ് വിഷയത്തിൽ ഭയങ്കര ഫേമസ് ആയ, ഇപ്പോൾ പാരിതോഷികം ലഭിച്ച മുസ്ലിം സ്ത്രീകളുടെ മാതൃക സ്ത്രീയായി മാറിയ ആ പെൺകുട്ടി, അവൾ കോളേജിലേക്ക് അള്ളാഹു അക്ബർ മുഴക്കിക്കൊണ്ടാണ്, കറുത്ത പർദ്ദ അണിഞ്ഞുകൊണ്ടാണ് വന്നത്. അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. പിസ്സ ഹട്ടുകളിൽ, ഐസ്ക്രീം പാർലറുകളിൽ, ഷോപ്പിംഗ് മാളുകളിൽ, പൊതു പരിപാടികളിലെല്ലാം അവൾ ഒരു ഹിജാബും ധരിച്ചിട്ടില്ല, മോഡേൺ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. അവൾ കോളേജിലേക്ക് വരുന്നത് പർദ്ദ ധരിച്ചുകൊണ്ടാണ്. അവൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നു. അവൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങൾ വാങ്ങുന്ന കപിൽ സിബിലിനെ പോലെ വക്കീലിനെ വെക്കുന്നു. ആരാണ് ഇതിന്റെ പിന്നിൽ? ആരാണ് ആ പെൺകുട്ടിക്ക് ഈ പണം കൊടുക്കുന്നത്? അത് ചിന്തിച്ചാൽ മാത്രം മതിയാവൂ. അപ്പോൾ ഇതിന്റെ അലയൊലികൾ തൊട്ട് കിടക്കുന്ന കേരളത്തിൽ കൊണ്ടുവന്ന് ഇവിടെ കർണാടകത്തിലെ പറ്റിയ പരാജയത്തിനെ ഇവിടെ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇഷ്യൂ ഉണ്ടാക്കി അതിൽ അവർ മേൽക്കോയ്മ നേടിക്കൊണ്ട് അതിന്റെ പേരിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവരുടെ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. സിസ്റ്റർ റോഷന പറഞ്ഞത് മറ്റൊന്നുമല്ല, സ്കൂളുകൾ തുടങ്ങാൻ പോകുന്നു, അവിടെ കാലങ്ങളായിട്ട് തട്ടം അനുവദിക്കുന്നുണ്ട്. അത് സ്കൂളിന്റെ സ്കേർട്ടിന്റെ മുകളിലുള്ള ഷർട്ടിന്റെ കളറിലുള്ള തട്ടം അനുവദിച്ചിട്ടുണ്ട്.
അത് ഇടുന്നതിന് ആരും തടസ്സമില്ല. 280 കുട്ടികളാണ് മുസ്ലിം കുട്ടികൾ അവിടെ ഉള്ളത്. അതിൽ നാമമാത്രമായ കുട്ടികൾ മാത്രമാണ് ഇത്തരത്തിൽ തട്ടവും ഇത് ധരിച്ചുകൊണ്ട് വരുന്നത്. അത് ഏതൊരു സ്കൂളിലായാലും യൂണിഫോമിന്റെ ഭാഗമായിട്ട് ഷർട്ടിന്റെയോ അല്ലെങ്കിൽ സ്കേർട്ടിന്റെയോ കളറിലുള്ള തട്ടം ധരിക്കാൻ അനുവദിക്കാറുണ്ട് മുസ്ലിം കുട്ടികളെ വേണമെന്നുള്ളവർക്ക്. അത് തന്നെയാണ് അവിടെ തോന്നുന്നു. അതിനെ സിസ്റ്റർ ഒരിക്കലും എതിർത്തിരുന്നില്ല. അതേസമയം കർണാടകത്തിൽ ഈ വിവാദം ഉണ്ടായതിനു ശേഷം കൂടുതൽ കുട്ടികൾ അവിടെ വരുന്നു. കൂടുതൽ കുട്ടികൾ വരുന്നവർ ഫുൾ കൈ ധരിച്ചുകൊണ്ട് വരുന്നു. ഫുൾ കൈയുള്ള ഇന്നർ ധരിച്ചുകൊണ്ട് വരുന്നു. മുഖം മാത്രം വെളിച്ചത്ത് വരുന്ന മൊത്തം കവർ ചെയ്തിട്ടുള്ള ഇത് ഹിജാബ് ധരിച്ചുകൊണ്ട് വരുന്നു. ഇതിനെയാണ് കൊച്ചു കുട്ടികളെയെങ്കിലും അതിൽ നിന്ന് മോചിപ്പിച്ചുകൂടെ? ഇത്രയും കവർ ചെയ്തിട്ടിരുന്ന ഈ ഉഷ്ണകാലത്ത് കൊച്ചു കുട്ടികളുടെ മാസ്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ അവർ ആകെ ദുരിതത്തിലാവുമെന്ന് പറഞ്ഞാൽ ഒരു മനസാക്ഷിയുടെ പുറത്ത്, ഒരു മാനുഷിക ഇതിന്റെ പുറത്താണ് സിസ്റ്റർ അതിനെ എതിർത്തത്. പിന്നെ ഒരു സ്കൂളിന് അതിൻ്റെതായ ഒരു അച്ചടക്കമുണ്ട്. അച്ചടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂണിഫോം എന്ന് പറയുന്നത്. ആ വാക്കിൽ തന്നെയുണ്ട് അർത്ഥം. പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും മക്കൾ തമ്മിലുള്ള വ്യത്യാസം വസ്ത്രങ്ങളിൽ കാണാൻ പാടില്ല, മതത്തിന്റെ വ്യത്യാസങ്ങൾ കാണാൻ പാടില്ല. അതിനാണ് യൂണിഫോം എന്നൊരു സാധനം തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോ അത് ഈ രക്ഷിതാവ് ആദ്യഘട്ടത്തിൽ സ്കൂളിൽ വന്ന് സിസ്റ്ററുമായി സംസാരിച്ച് ഇതായി പോയതിനു ശേഷം വീണ്ടും അദ്ദേഹം മറ്റ് സംഘടനകളുടെ നിർദ്ദേശപ്രകാരം സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ ക്യാമറ ഓണാക്കി തന്റെ ഇടത് നെഞ്ചിലെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് കടന്നു വന്നുകൊണ്ടാണ് സിസ്റ്ററെ ആയിട്ട് സംസാരിക്കുന്നത്. സിസ്റ്റർ പ്രകോപിത ആക്കത്തക്ക രീതിയിൽ അദ്ദേഹം സംസാരിച്ചുവെങ്കിലും സിസ്റ്റർ നിലവിടാതെ സംസാരിച്ചിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഭാഗത്ത് ഈ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ ഒളി ക്യാമറയിലൂടെ പകർത്തുന്നത് കുറ്റകരമായ ഒരു കാര്യമല്ലേ? തീർച്ചയായിട്ടും അതും ഒരു സാധാരണ ഒരു സ്ത്രീയല്ല, ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. അവരുടെ മുറിയിൽ രക്ഷിതാവ് എന്ന വ്യാജേനെ കടന്നു വന്നുകൊണ്ട് അവർ അറിയാതെ തന്നെ അത് റെക്കോർഡ് ചെയ്യുക, അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക, ഒപ്പം ദൃശ്യ മാധ്യമങ്ങളിൽ അതിന്റെ ക്ലിപ്പുകൾ വരിക എന്ന് പറഞ്ഞാൽ അത്യന്തികം തെറ്റാണ്. അത് ഒരിക്കലും പാടില്ലാത്തതാണ്. അത് കേസെടുക്കേണ്ടതാണ്. അത് കുട്ടിയുടെ പിതാവാണല്ലോ വന്നത്. കുട്ടിയുടെ പിതാവാണെന്ന് ഉറപ്പില്ല. ഒരു കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് വന്നത്, അല്ലാതെ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പിതാവ് ഒപ്പം വരികയല്ല. ഇന്ന കുട്ടിയുടെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതും ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. എന്തായാലും ആ വിഷയം അവസാനിച്ചു കഴിഞ്ഞു. കാര്യം സിസ്റ്റർ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും അടർത്തി മാറ്റിക്കൊണ്ട് ചില ഭാഗങ്ങൾ മാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അതിൽ സിസ്റ്റർ പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇക്കാലത്താണോ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം സിസ്റ്റർ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യമാണ് സിസ്റ്ററിനെ ഒരു പിഴവ് പറ്റിയത്, അല്ലെങ്കിൽ എന്ന രീതിയിൽ അത്തരം ഒരു ചോദ്യം ഒരിക്കലും ഒരു രക്ഷിതാവിനോട് ചോദിക്കാൻ പാടില്ല. ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്തുവെങ്കിൽ അത് തെറ്റായെന്ന് കരുതിക്കൊണ്ടാണ് സിസ്റ്റർ അതിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞു. അല്ലാതെ സിസ്റ്റർ മറ്റൊന്നും മാപ്പ് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ സർവകക്ഷി യോഗമാണ് അവസാനം നടന്നത്. ഇന്നലത്തെ സർവകക്ഷി യോഗത്തില് എന്താ അവിടെ സംഭവിച്ചത്? വാസ്തവത്തിൽ അവിടെ ഇന്നലെ സർവകക്ഷി യോഗത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും വിളിച്ചിരുന്നു. കാസയും വിളിച്ചിരുന്നു. പോലീസാണ് കാസയെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഞങ്ങളുടെ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധികൾ അവിടെ പോയിരുന്നു. അവിടെ എല്ലാ ഇതും ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് സിസ്റ്റർ ക്ലിയർ ആയിട്ട് സിസ്റ്റർ എന്താണ് ഉദ്ദേശിച്ചതെന്നും എന്താണ് ഞാൻ താനവിടെ നടന്നതെന്ന് കൃത്യമായ വിശദീകരണം സിസ്റ്റർ കൊടുത്തു. അതിനുശേഷം ഇതൊരു ഏതെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒരു മാപ്പ് എന്തെങ്കിലും ഒന്ന് പറയിക്കണം എന്ന രീതിയിൽ അവിടെ വളരെയധികം SDPയും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടത് വലത പ്രസ്ഥാനങ്ങളും പരമാവധി ശ്രമിച്ചു. എന്നാൽ സിസ്റ്ററിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് കാസ അതിശക്തമായ സിസ്റ്ററിനോട് വാദിച്ചു. സിസ്റ്റർ പറഞ്ഞത് നിയമപ്രകാരവും ഒരു ഹെഡ്മിസ്ട്രസ് എന്ന രീതിയിലും തികച്ചും ശരിയാണ്, മാപ്പ് പറയേണ്ട ഒരു കാര്യവുമില്ല, അത്തരത്തിലൊരു ഇതുണ്ടായിട്ടില്ല. പക്ഷെ ഒരു രക്ഷിതാവിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വേദനിപ്പിക്കുന്ന രീതിയിൽ ആ വാക്കുകൾ അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അതൊരു പിഴവായി കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഇനി ഉണ്ടാവില്ല എന്ന് സിസ്റ്റർ സമ്മതിച്ചു. എന്നിട്ടും വീണ്ടും ഇവർ മാപ്പ് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ മാപ്പ് എഴുതി തരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായപ്പോൾ കാസ അതിനെ എതിർക്കുകയും പിന്നെ ഈ എതിർത്ത ഇതിനെ ആകെ അനുകൂലിച്ചു എന്ന് പറയാനുള്ളത് BJPയുടെ പ്രവർത്തകർ മാത്രമാണ് അതിനെ അനുകൂലിച്ചത്. ബാക്കി ഇടതു വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഈ SDP മുഴക്കുന്ന ആ ഒരു ഭീഷണിക്ക് മുന്നിൽ മൗനിയായിരിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് നൽകുന്ന രീതിയിലുള്ള നിലപാട് മാത്രമാണ് സ്വീകരിച്ചത്. ഇതിൻ പ്രകാരം സിസ്റ്റർ അത്തരത്തിലൊരു ഈ വീഡിയോ എടുത്ത് സിസ്റ്ററിന്റെ അനുമതി കൂടാതെ രഹസ്യമായി ക്യാമറ ഓണാക്കി കൊണ്ടുവന്ന് വീഡിയോ എടുത്ത് അതിലെ ചില ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് പുറത്തേക്ക് കൊടുത്ത് പ്രചരിപ്പിച്ച ആ രക്ഷിതാവ് സിസ്റ്ററിനോട് മാപ്പ് പറയുകയും തുടർന്ന് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന വാക്കുകൾ തന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ അത് ഇനി അത്തരത്തിലുള്ള വാക്കുകൾ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് പറയുകയും യൂണിഫോം ആ സ്കൂളിൽ തുടരും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്.
അതിന്റെ അർത്ഥം ഇതുവരെ എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് പോകും. അതാണ് സിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. തട്ടവിടേണ്ടവർക്ക് ഇടാം, അതിൽ യാതൊരുവിധ കുഴപ്പമില്ല. യൂണിഫോമിന്റെ ഭാഗമായിട്ടുള്ള കളർ, അത് ഏത് കളറാണോ ആ കളറിലെ തട്ടം കുട്ടികൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ ഫുൾ ഇത് രീതിയിൽ കവർ ചെയ്തുകൊണ്ട് വരുന്ന ഇതോ അല്ലെങ്കിൽ മുഖം മാത്രം വെളിച്ചത്ത് മാറ്റിക്കൊണ്ടുവരാം, മുഖം മാത്രം കവർ ചെയ്തുകൊണ്ടൊന്നും ബാക്കി എല്ലാ ഭാഗവും മുഖം മാത്രം കാണത്തക്ക രീതിയിൽ ബാക്കി എല്ലാ ഭാഗവും കവർ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഒരു മാസ്ക് കൂടെ വെക്കുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ്. നിങ്ങളതൊന്ന് മനസ്സിൽ കണ്ടു നോക്കൂ. ഒരു അഫ്ഗാനിലേക്ക് നമ്മളെ സ്ത്രീകളെ കാണുന്ന പോലെ മൂക്കിന്റെ മേളിൽ നിന്ന് ഇത്രയും ഭാഗം മാത്രമാണ് പുറത്ത് കാണുന്നത്. ഈ കുഞ്ഞു മക്കളെ ഈ ചൂട് കാലത്ത് എന്തിന്റെ പേരിലാണ് നിങ്ങളുടെ അജണ്ട, ഇവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇവർ ഇത് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ കട്ടായിട്ട് സിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു, ഈ സ്കൂളിൽ അച്ചടക്കം ആവശ്യമാണ്, അതിന് താൻ ഏർപ്പെടുത്തിയ എല്ലാ നിയമങ്ങളും പാലിക്കും, യൂണിഫോം തുടരും. അവസാനമായിട്ട് പറഞ്ഞത് ഇന്നലത്തെ സർവകക്ഷി യോഗത്തോടു കൂടി ഈ പ്രശ്നം അവിടെ മാനന്തവാടിയിൽ പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില വിഷയങ്ങളുണ്ട്. ഈ ഫാദർ ബിജു വെട്ടുകല്ലേൽ, സ്കൂൾ യൂണിഫോം ഏർപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഓരോരുത്തർക്കും അവരവർക്ക് തോന്നുന്ന വിധത്തിൽ ആ യൂണിഫോമിൽ മാറ്റങ്ങൾ വരുത്തിയാൽ, നിറങ്ങളിൽ വ്യത്യാസം വരുത്തിയാൽ, വാസ്തവത്തിൽ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ അവിടുത്തേക്ക് അവസ്ഥ എന്തായിത്തീരും? ഫാദർ ബിജു വെട്ടുകല്ലേൽ. സ്കൂളുകളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ട്രെയിനിങ് ആണ്, പരിശീലനമാണ്. ഞാൻ പഠനത്തെക്കാളും ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പരിശീലനമാണ്. ഈ പരിശീലനത്തിന് മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ കുട്ടികൾ ടീച്ചറിന്റെ കണ്ണുകളിൽ നോക്കി പഠിക്കാനോ അല്ലെങ്കിൽ അധ്യാപകർ കുട്ടികളുടെ കണ്ണിൽ നോക്കി പഠിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുക. അങ്ങനെ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാം മാറ്റി, ഇപ്പൊ ഡ്രസ്സിന്റെ പല കളർ ആയിക്കഴിഞ്ഞാൽ പിള്ളേർ തമ്മിൽ ഭയങ്കര ഡിസ്കഷൻ ആവും. ആ കളർ ഡ്രസ്സിന് എനിക്ക് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇപ്പൊ യൂണിഫോം ആണെങ്കിൽ കുട്ടികൾ ഓൾറെഡി ഫോക്കസ്ഡ് ആണ്, വേറെ ഒരു കമ്പാരിസൺ അവിടെ ഇല്ല. ഇപ്പൊ ഇനി യൂണിഫോം മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളും ഡ്രസ് കോഡ് വെക്കേണ്ടത്. ഈവൻ ഹെയർ സ്റ്റൈലിന്റെ തന്നെ ആൺകുട്ടികൾക്കുണ്ട് സിമ്പിൾ ഹെയർ ഡ്രസ്, അതുപോലെ പെൺകുട്ടികൾക്ക് പോണി ടെയിലോ, അങ്ങനെയൊക്കെ കൃത്യം വെച്ചിരിക്കുന്ന മറ്റു ഡിസ്റ്റർബൻസും ഇല്ലാതെ കുട്ടികൾ പ്രഭാതം മുതൽ സ്കൂളിൽ വന്നു മുതൽ വൈകുന്നേരം വരെ പരിശീലനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ടീച്ചേഴ്സുമായിട്ട് ചേർന്ന് പോകുവാനും നല്ല പരിശീലനം കൊടുക്കുവാനാണ്. അതുകൊണ്ടാണ് എല്ലാ സ്കൂളുകളിലും അതിന്റെ ബുക്കുകളിൽ അവിടെ ഹാൻഡ് ബുക്കിൽ ബൈലോസിൽ കൃത്യമായിട്ട് അതിന്റെ നിയമങ്ങൾ എഴുതി വെച്ച് ഓരോ വർഷാരംഭത്തിലും പേരൻസിന്റെ ഒപ്പൊക്കെ സ്വീകരിച്ച് പഠനം പരിശീലനം നടത്തുക. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും പറയും, എപ്പോഴും ഒരു യൂണിഫോമിറ്റി നിർബന്ധമാക്കണം. എല്ലാ സ്കൂളുകളിലും എല്ലാ രാജ്യത്തും യൂണിഫോമിറ്റി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും യൂണിഫോം പരിശീലനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോ ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പെട്ടതാകുന്ന ഒരു ബുദ്ധിമുട്ട് ഈ യൂണിഫോം കുട്ടികൾ ധരിക്കുമ്പോൾ തന്നെ, ഈവൻ ഒരു മാസ്കിന് യൂണിഫോമിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. പല കളറുള്ള മാസ്ക് ആയിട്ട് കുട്ടികൾ ഇപ്പോൾ വരുന്നുണ്ട്. ഈ മാസ്ക് തന്നെ കുട്ടികളുടെ പരിശീലനത്തിന് എനിക്ക് തടസ്സമാണ്. കാരണം കുട്ടികളുടെ മുഖം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. 3 പ്രാവശ്യം കാണുമ്പോൾ കുട്ടികളുടെ പേര് പഠിച്ചിരുന്ന എനിക്ക് പലവട്ടം കുട്ടികൾ പേര് ചോദിച്ചിട്ട് മറന്നുപോവാണ്. കാരണം അവർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എനിക്ക് തന്നെ ഒരു വിഷമമാണ് എത്ര പ്രാവശ്യം ഈ കുട്ടിയുടെ പേര് ചോദിക്കുക എന്നുള്ളത്. അപ്പൊ ഒരു ചെറിയൊരു മാസ്ക് പരിശീലനത്തിന് തടസ്സം ഉണ്ടാക്കുന്നതൊക്കെയാണ്. അപ്പൊ നമ്മുടെ മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വസ്ത്രധാരണം, ഞാൻ പറഞ്ഞേ, അത് പരിശീലനത്തിന് ഒത്തിരി തടസ്സമാണ്. യൂണിഫോമിറ്റി നിർബന്ധമായിട്ട് നമ്മൾ തുടരണം, എങ്കിലേ അത് ഭംഗിയായിട്ട് പോവുകയുള്ളൂ എന്നാണ്. യൂണിഫോമിൽ മതം കലർത്തുന്നത് ഒട്ടും ആശാസ്യകരമായ ഒരു നടപടി അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അപ്പോൾ തന്നെ ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ തട്ടമിട്ട കുട്ടികളെ തട്ടമിട്ട കന്യാസ്ത്രീകൾ എന്തിന് എതിർക്കുന്നു എന്നാണ്. ആ ചോദ്യത്തിന് അച്ഛന് എന്താണ് മറുപടി പറയാനുള്ളത്? എനിക്ക് പറയാണ്, നമ്മൾ കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ കാണണം. കാരണം 18 വയസ്സ് വരെ 18 വയസ്സാകുമ്പോൾ നമ്മളൊരു കുട്ടിയെ പൗരൻ എന്ന് വിളിക്കുന്നത്. അതുവരെ കുട്ടികളുടെ പരിശീലനത്തിന് ഗവൺമെന്റ്, സൊസൈറ്റി, അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പേരൻസും അധ്യാപകരും എപ്പോഴും ഒരുമിച്ച് വർക്ക് ചെയ്യാണ്. കാരണം കുട്ടികളെ പരിശീലിപ്പിച്ച് അവരെ നല്ലൊരു പൗരനാക്കി മാറ്റുക. രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾ, മനുഷ്യനെ കുറിച്ച് മനസ്സിലാക്കുന്നത്, സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, നാളത്തെ സമൂഹത്തിലെ ഏറ്റവും പവർഫുൾ യൂണിറ്റ് ആയ കുടുംബത്തിന്റെ ലീഡർഷിപ്പ് എടുക്കുവാനായിട്ട് അവരെ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെ അവർ പഠിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ഡോക്ടർ, എഞ്ചിനീയർ ആക്കുക എന്നതിനപ്പുറം. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് കുട്ടികളെ കുട്ടികളായിട്ട് കാണാതെ ക്രിസ്ത്യൻ കുട്ടി, ഹിന്ദു കുട്ടി, മുസ്ലിം കുട്ടി എന്ന രീതിയിൽ ഉള്ള വേർതിരിവുകൾ എപ്പോഴും നമ്മളെ ആ പരിശീലനത്തിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയില്ല. പിന്നെ ഈ സിസ്റ്റർ പഠിപ്പിക്കുന്ന സിസ്റ്റർ തട്ടമിട്ടു എന്നുള്ളതിന്റെ അവരെല്ലാം ഒരു റിലീജിയസ് കോൺഗ്രേഷൻ പൗരന്മാരായ അല്ലെങ്കിൽ പ്രായപൂർത്തിയായവര് അവർ സഭയിൽ ചേർന്നിട്ട് അതിന്റെ എല്ലാ
നിയമങ്ങളും അനുഷ്ഠിച്ചുകൊണ്ട് ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ പ്രായപൂർത്തിയായവരാണ്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് തിരിച്ചറിവ് എന്ന് വരാത്ത കുട്ടികളെ നമ്മൾ സ്വാതന്ത്ര്യബോധത്തിൽ വളർത്തുവാനും അവരെ വിവിധ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത് അവരെ വളർത്തുവാനുള്ള പരിശ്രമത്തിനിടയിൽ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരുടെ വളർച്ചയിൽ നമ്മൾ സഹായിക്കാനായിട്ട് അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതും രണ്ടുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഓക്കെ, ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ഈ പാലായിലെ അഭിവന്ധ്യ കല്ലറങ്ങാട്ട് പിതാവ് ഒരു പ്രസ്താവന നടത്തിയപ്പോൾ മാപ്പ് പറയിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ ഇറങ്ങിത്തിരിച്ചു. പിന്നീട് നമുക്കറിയാം, തലശ്ശേരിയിൽ ആന്റണി അച്ഛൻ ഒരു പ്രസംഗം നടത്തിയപ്പോൾ അന്ന് മാപ്പ് പറയിപ്പിക്കണം എന്ന ലക്ഷ്യവുമായി അവർ ഇറങ്ങിത്തിരിക്കുകയുണ്ടായി. ഇപ്പോൾ മാനന്തവാടിയിലെ സിസ്റ്റർ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിത്തിരിച്ചു. എന്താണ് ഈ മാപ്പ് പറയിപ്പിക്കലിൻ്റെ നീതിശാസ്ത്രം? എന്താണ് ഇസ്ലാമിക വീക്ഷണപ്രകാരം എന്താണ് ഈ മാപ്പ് പറയിപ്പിക്കുക എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്? ഇത് അവരുടെ തിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഇപ്പോ നമ്മളെ സംബന്ധിച്ച്, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തി മാപ്പ് പറയുക എന്ന് പറയുന്നത് അയാൾക്ക് അയാളുടെ തെറ്റുബോധ്യമായി, ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളൊരു ബോധ്യത്തിന്റെ പുറത്താണ് അയാൾ മാപ്പ് പറയാൻ വരുന്നത്. അങ്ങനെ അയാൾ മാപ്പ് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാപ്പ് കൊടുക്കും. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രമാണം. പഠിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞത് അങ്ങനെയാണല്ലോ, 70 വട്ടം ക്ഷമിക്കുക എന്നുള്ളതാണ്. വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കുക എന്നുള്ളതാണ്. അതെ, അങ്ങനെയുള്ളൊരു കാര്യമാണ്. ക്ഷമ ചോദിക്കുന്നത് വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് വേറൊരു വിധത്തിലാണ് അവർ കിട്ടിയിരിക്കുന്ന പഠിപ്പിക്കല്. അതായത് ഒരാൾ മാപ്പ് പറയുന്നു എന്ന് വെച്ചാൽ അവരുടെ ഇതിലപ്പം തന്നെ അയാൾ അത് കൺഫ്യൂഷൻ ചെയ്യാണ്, ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതാണ്. തെറ്റ് ചെയ്താൽ പിന്നെ അയാൾ ശിക്ഷാർഹനാണ്. ഈ ചിന്താഗതിയാണ്. അത് ഒരായത്തുണ്ട്, സൂറ 47:35. അവിടെ ഇങ്ങനെ പറയുന്നത്, ആകയാൽ നിങ്ങൾ ദൗർബല്യം കാണിക്കരുത്, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്നിരിക്കെ ശത്രുക്കളെ നിങ്ങൾ സന്ധിക്ക് ക്ഷണിക്കുകയും ചെയ്യരുത്, അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അവൻ നഷ്ടപ്പെടുത്തുകയില്ല. അപ്പൊ ഈ ഒരാളോട് ഇന്ന് മാപ്പ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൗർബല്യം കാണിക്കലായിട്ടാണ് അവർ പരിഗണിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അത് ദൗർബല്യമല്ല. ശരിക്കും ധീരനായ ഒരാൾക്ക് മാത്രമേ തന്റെ സ്വന്തം തെറ്റ് ബോധ്യപ്പെട്ടിട്ട് അത് അംഗീകരിച്ച് ക്ഷമ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാൻ പറ്റുകയുള്ളൂ, മാപ്പ് ചോദിക്കാനായിട്ട് പറ്റുകയുള്ളൂ. എന്നാൽ ഇവരുടെ പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാണ്. അത് ദൗർബല്യമാണ്. നിങ്ങൾ അങ്ങനെ കാണിക്കരുത്, നിങ്ങൾ ദൗർബല്യം കാണിക്കാൻ പാടില്ല, നിങ്ങളാണ് ഉന്നതന്മാര്, നിങ്ങൾ ശത്രുക്കളോട് സന്ധിക്ക് പോയിട്ട് അങ്ങോട്ട് പോയി നിങ്ങൾ അപേക്ഷിക്കാനൊന്നും പാടില്ല. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശക്തി നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ആ ശക്തിയുടെ ഇതിൽ അവരെ ഭയപ്പെടുത്തിയിട്ട് പിന്നെ അവരെ കൊണ്ട് ഇങ്ങോട്ടേക്ക് സന്ധിക്ക് അപേക്ഷിക്കുക അല്ലെങ്കിൽ ക്ഷമ ചോദിക്കുക ചെയ്യുക എന്നുള്ളതാണ്. ഇത് ക്ഷമ ചോദിച്ച ഇതിൽ പ്രത്യേകം നമ്മൾ അറിയേണ്ട വളരെ അപകടകരമായ ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടിൽ ഒരാൾ ക്ഷമ ചോദിച്ചെന്ന് വെച്ചോ, ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് സാധാരണ മുസ്ലിങ്ങളല്ല, മതഭ്രാന്തുള്ള മുസ്ലിങ്ങളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്. കാരണം അവന്റെ തെറ്റ് സ്വയം സമ്മതിച്ചു, അതുകൊണ്ടാണല്ലോ ഒന്ന് ക്ഷമ ചോദിച്ചത്. ഇത് ജോസഫ് മാഷിന്റെ കേസിലൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടതാണ്. ജോസഫ് മാഷ് ക്ഷമ ചോദിച്ചു, പിന്നീടാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം വരുന്നത്, കൈകാലം വെട്ടിക്കളയുന്നത്. ബാക്കി പലരെയും ഇവര് ക്ഷമ ചോദിപ്പിക്കുന്നു. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കേസുകളിലും പലരെ കൊണ്ടും ഇവര് ക്ഷമ പറയിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇവർക്കെതിരായിട്ട് കൃത്യമായിട്ട് ഇവരുടെ പ്രമാണങ്ങളിലുള്ള കാര്യമൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ചരിത്രത്തിലുള്ളതായിരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ഷമ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ്. കാരണം ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം തങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെപ്പോഴെങ്കിലും അതിനുള്ള ശിക്ഷ കൊടുത്തുകൊള്ളൂ. ആ ഒരു ഉദ്ദേശത്തിൽ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ക്ഷമ പറയാൻ നിൽക്കരുത്. ഒരു കാരണവശാലും ഞാൻ ഈ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലെ തള്ളണം എന്നല്ല ഞാൻ പറയുന്നത്. കാരണം നമ്മളുമായിട്ട് അങ്ങോട്ട് ആരോട്ടും പ്രശ്നം നമ്മൾ പോകുന്നില്ലല്ലോ. നമ്മളുമായിട്ട് ഇങ്ങോട്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് പിന്നെ അതൊരു പ്രശ്നമായിട്ട് വരുന്നത്. നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ആ സിസ്റ്റർ തന്നെ അവരെ കുറേ പ്രകോപിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അവരുടെ വായിന്നൊരു വാക്ക് വന്നത്, നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് ചോദിച്ചത്. അപ്പൊ അതുപോലെയൊക്കെയുള്ള നമ്മളെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ അവർ ശ്രമിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്ഷമ പറയണമെങ്കിൽ ആദ്യം അവിടെ നിന്ന് പറയാൻ പറയണം. അപ്പൊ അവര് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാനും പറയാം. ആ നിലപാടിൽ നിൽക്കണം. മുസ്ലിങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ ഈ നിലപാടെടുക്കണം എപ്പോഴും. അല്ല എന്നുണ്ടെങ്കിൽ അത് ദോഷം ചെയ്യും. ജോസഫ് മാഷിനൊക്കെ പറ്റിയത് നമ്മുടെ ഉപാധിയുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഈ സംഗതി ഇതിനോട് ചേർത്ത് എനിക്ക് ഒരു കാര്യം കൂടി എന്നോട് ചോദിച്ചതല്ല, പക്ഷെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതായത് നമ്മൾ ഈ ചിന്തിക്കുന്നതിന്റെ അപ്പുറം ജിഹാദികൾക്ക് ഇതിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട്. ഇവർ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ ക്രിസ്ത്യ സ്ഥാപനങ്ങളിലാണ്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ക്രിസ്ത്യ സ്ഥാപനങ്ങളില്ല. ഇപ്പൊ ഈ നഴ്സുമാരുടെ സമരം, ആ ജാസ്മിൻ ഷാ എന്ന് പറയുന്ന ഒരുത്തിന്റെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ ഒരു യൂണിയനൊക്കെ ഉണ്ടാവുകയും സമരം നടക്കുകയും ചെയ്തു. എവിടെയാണ് നടന്നത്? അത് ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹോസ്പിറ്റലുകളിലാണ് സമരം നടന്നത്, നഴ്സുമാരുടെ സമരം നടന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ഹിജാബ് എന്ന പേരിൽ പർദ്ദ ധരിപ്പിച്ചു വിടാനുള്ള അവകാശം കിട്ടാൻ, ഇത് നമ്മൾ ഹിജാബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ചുമ്മാ മുഖം മറയ്ക്കുന്നത്, അല്ല ഈ തല മറയ്ക്കുന്നത്, അല്ല തല മറയ്ക്കുന്നതല്ല, കൃത്യമായിട്ട് പർദ്ദയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ കർണാടകയിലത്തെ ആ പ്രശ്നത്തിൽ നമ്മൾ കണ്ടതാണ്. ആ പെൺകുട്ടി, അള്ളാഹു അക്ബർ വിളിക്കുന്ന ആ പെൺകുട്ടി കേവലം മുഖം മറയ്ക്കുകയല്ല ചെയ്തിട്ടുള്ളത്, കറുത്ത വസ്ത്രത്തിനുള്ളിലാണ്, മൊത്തമായിട്ട് കറുത്ത വസ്ത്രത്തിനുള്ളിലാണ്. അതേസമയം നേരത്തെ കെവിൻ പീറ്റർ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കീറിയ ജീൻസ് ഒക്കെയാണ് ഇട്ട് നടക്കുന്നവർ. കീറിയ ജീൻസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റൈല്, ഫാഷന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള എല്ലാ ഇതും കാണിക്കുന്നു. പക്ഷെ കോളേജിലേക്ക് വരുന്ന സമയത്ത് മാത്രം മതവേഷത്തിലേ വരികയുള്ളൂ. അത് കൃത്യമായൊരു അജണ്ടയാണത്. ആ സ്ഥാപനം തകർക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ പ്രത്യേകമായിട്ട് ഒരു ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പൊ മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഡോക്ടർ ഫസൽ ഗഫൂർ അയച്ച ഒരു സർക്കുലർ, അത് സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിട്ട് അത് കിടന്ന് കറങ്ങുന്നുണ്ട്. അതിൽ ഫസൽ ഗഫൂർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 2018 കേരള ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മുഖം വിദ്യാർത്ഥിനികൾ മറച്ചുകൊണ്ടുള്ള യാതൊരു തരത്തിലുള്ള വസ്ത്രധാരണത്തിലും ക്ലാസ്സുകൾ വരുന്നില്ല. ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഒരു വിദ്യാർത്ഥിനിയും മുഖം മറച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പാക്കണം. അവർ ഒരു വിവാദത്തിനും ഇടം കൊടുക്കാതെ 2019-2020 അധ്യയന വർഷം മുതൽ ഇത് പ്രാവർത്തികമാക്കണം, ഇത് നിയമമാക്കണം. ഇതൊക്കെ ഈ നിയമമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇനി കോളേജിന്റെ കലണ്ടർ തയ്യാറാക്കണമെന്ന് പുള്ളി സർക്കുലറിൽ എഴുതിയിട്ടുണ്ട് ഫസൽ ഗഫൂർ. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവിടെ. ഈ നിയമത്തിനെതിരെ ഫസൽ ഗഫൂർ പറഞ്ഞ ഈ നിയമത്തിനെതിരെ അദ്ദേഹം അത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്, ശരിയായ കാര്യവുമാണ്. പക്ഷെ അതിനെതിരെ SFIയോ ASFോ ഒരാളോ അല്ലെങ്കിൽ MSF ആണ്, മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ, അതെ, ഇവരൊന്നും ഫസൽ ഗഫൂറിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയില്ല. KSUക്കാർ ആരും ചെയ്തില്ല. അത് MISന്റെ കോളേജുകളിൽ പെൺമക്കളെ വിട്ട് പഠിപ്പിക്കുന്ന ഒരു ബാപ്പയും തന്റെ മോളെ, എന്താണ് ഈ മതഭ്രാന്ത് മൂത്ത ഒരു പാപ്പയും, എടുത്തു പറയട്ടെ, സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമല്ല, മതഭ്രാന്ത് മൂത്ത ഒരു പാപ്പയും അല്ലെങ്കിൽ ഉമ്മയും അവരുടെ മക്കളെ മതം വേഷം കെട്ടിച്ചിട്ട് സ്കൂളിലേക്ക് അയച്ചിട്ടില്ല. അതേസമയം ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ പഠിക്കുന്ന ഈ പെൺകുട്ടികളെ ഈ മാതാപിതാക്കൾ എന്താ ചെയ്യുന്നത്? ഈ മതഭ്രാന്ത് മൂത്തവന്മാർ അവര് മതവേഷം കെട്ടിച്ചു വിടും. അപ്പൊ ഇത് ശരിയല്ല, ഇത് സ്കൂളിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. സ്കൂളിന്റെ ആ യൂണിഫോം, അതിന്റെ ഒരു ഇതുണ്ടല്ലോ, ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾ അതിന് ഇത് ലംഘിക്കുന്നു എന്നും പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരവാദമായി, കരച്ചിലായി, സമരമായി, ചീത്ത വിളിക്കലായി, മാപ്പ് പറയിക്കലായി, വിവാദം, ആകെ എല്ലാം പ്രശ്നം ഉണ്ടാക്കും. അതേസമയം MES ഇവരുടെ സ്ഥാപനങ്ങളിലൊന്നും ഇതില്ല. അപ്പൊ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ന്യൂനപക്ഷ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ ആ ന്യൂനപക്ഷ ഇതുണ്ടല്ലോ, ആ അവകാശത്തിന്റെ പുറത്താണ് നമ്മൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത്, ക്രൈസ്തവര്. അതേപോലെ തന്നെ ന്യൂനപക്ഷ അവകാശത്തിന്റെ ഇതിൽ അവരും നടത്തുന്നുണ്ട്. ഒരു കാലത്ത് ക്രൈസ്തവർ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഈ ക്രൈസ്തവരുടെ സ്ഥാപനങ്ങളെ ഇല്ലാതാക്കിയിട്ട് അത് മറ്റൊരു ന്യൂനപക്ഷം എന്നുള്ള നിലയിൽ മുസ്ലിങ്ങൾ അത് പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് ആ ഒരു അജണ്ടയോട് കൂടെയാണ് ഇത് ചെയ്യുന്നത്. മുസ്ലിം പെൺകുട്ടികളെ അവരുടെ വിദ്യാഭ്യാസം മുടക്കുക എന്നുള്ള ഒരു നിഗൂഢ അജണ്ട കൂടെ ഇവർക്ക് ഇതിന്റെ പുറയിലുണ്ട്. അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കുക എന്നുള്ളത് മാത്രമല്ല, അവരുടെ ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാതെ, നേരത്തെ കെവിൻ ബ്രദർ പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാന്റേതൊക്കെ പോലെ തന്നെ ഇവരെ സംബന്ധിച്ച് സ്ത്രീകൾ എന്ന് പറയുന്നത് ഖുറാനിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടങ്ങളാകുന്നു. അപ്പൊ അവർക്ക് അവരെ സംബന്ധിച്ച് അത് വിത്തിറക്കാനുള്ള സ്ഥലമാണ്. അതിന്റെ അത്രേ ഉള്ളൂ, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. ശരി, അപ്പൊ എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അനിൽകുമാർ സമർത്ഥിച്ചതനുസരിച്ച് ക്ഷമ ചോദിക്കുക എന്ന് പറയുന്നത് ക്രൈസ്തവ വീക്ഷണത്തിൽ അത് വളരെ മേന്മയുള്ള, വളരെ ഉന്നതമായ ഒരു നിലപാടാണത്. ക്ഷമ ചോദിക്കുന്നവനെ അവനെ ചേർത്ത് നിർത്തി അവനോട് സന്ധി ചെയ്യുക. എന്നാൽ ഇസ്ലാം മത വിശ്വാസപ്രകാരം ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമ ചോദിച്ചവൻ അവൻ തെറ്റ് ചെയ്തു എന്ന് അവൻ അംഗീകരിക്കുന്നു, അതുകൊണ്ട് തന്നെ അവൻ ശിക്ഷയ്ക്ക് അർഹനാണ്, ഇനി സാക്ഷികളുടെ ആവശ്യം നമുക്കില്ല എന്നുള്ളതാണ്. ശ്രീ കെവിൻ പീറ്റർ, ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമി അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഇത്തരം നീക്കങ്ങളെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക? കുറച്ചു കാലം മുമ്പ് ഈ അനിൽകുമാർ അയ്യപ്പൻ അത് സൂചിപ്പിച്ചു, ഈ ജാസ്മിൻ ഷാ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ സമരം നടത്തി അത്തരം സ്ഥാപനങ്ങളെ പൂട്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതെല്ലാം വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണോ ഇപ്പോഴത്തെ ഈ ഹിജാബ് വിവാദവും കുറച്ചു നാൾ മുമ്പുള്ള ഈ ഹലാൽ വൽക്കരണവും ഇതുമെല്ലാം വാസ്തവത്തിൽ ഇങ്ങനെയുള്ള പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണോ? തീർച്ചയായും
ഇതൊരു ഈ പ്രത്യേക അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അവർ ലക്ഷ്യം വെക്കുന്നത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെയാണ്. കാര്യം ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ നല്ല പൗരന്മാർ ഇവിടുന്ന് ഉണ്ടാവും. രാഷ്ട്രത്തിന് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന നല്ല പൗരന്മാരെ സൃഷ്ടിക്കാൻ ക്രിസ്ത്യൻ സമുദായ സ്ഥാപനങ്ങൾക്ക് തീർച്ചയായും കഴിയും. അപ്പൊ അതിനെ തകർക്കുക, അതിന് വിലങ്ങെടുത്തടിയായിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അല്ലാതുള്ള സ്ഥാപനങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെ തകർക്കുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അതിന് അവർ ഏതൊക്കെ വഴികൾ സ്വീകരിക്കാമോ അതെല്ലാം സ്വീകരിക്കുന്നു. പിന്നെ ഇവര് ഇപ്പം രണ്ട് കാര്യങ്ങൾ ഞാൻ ഒന്ന് ഫാദറിനോട് ചോദിച്ചതിനും അനിൽ കുമാർ അയ്യപ്പൻ ബ്രദറിനോട് ചോദിച്ചതിനും ഒന്ന് ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾ വസ്ത്രം ധരിക്കുന്നില്ലേ? ഈ വസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളുടെ ശിരസ് മൂടിയ വസ്ത്രം ധരിച്ചുകൊണ്ട് എങ്ങനെ കുട്ടികളെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. സത്യത്തിൽ ഈ കുട്ടികളുടെ പ്രായത്തിൽ ആ കന്യാസ്ത്രീകൾ ആ വസ്ത്രം ധരിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇപ്പോഴേതൊരു കന്യാസ്ത്രീയും സഭാവസ്ത്രം ധരിക്കുന്നത്, കന്യസ്ത വസ്ത്രം ധരിക്കുന്നത് ഹയർ സെക്കൻഡറി തലവും കഴിഞ്ഞിട്ടാണ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. അത് മതമൗലികവാദികളെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ചോദ്യം മാത്രമാണ്. രണ്ടാമത്തെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ മാപ്പ് പറയിപ്പിക്കൽ എന്ന് പറയുന്നത് ഇവരുടെ ഒരു തന്ത്രമാണ്. അതായത് സിസ്റ്റർ ഇപ്പോൾ സത്യത്തിനൊപ്പം താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ഉറച്ച ബോധ്യമുള്ളത് കൊണ്ട് തന്റെ ഇടത്തോടുകൂടി സത്യത്തിന് വേണ്ടി സിസ്റ്റർ നിലവുണ്ട്. അതിന് പകരം സിസ്റ്റർ ഇവരുടെ എല്ലാം ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് സിസ്റ്റർ മാപ്പ് പറയുകയായിരുന്നു എങ്കിൽ ഇവിടെ ഏത് ക്രിസ്ത്യൻ സഭാ സ്ഥാപനങ്ങളിലെ ആയിരിക്കും, ഇവിടെ ഇതര അഘോര മതസ്ഥാപനമായ ഹിന്ദു സമുദായത്തിന്റെ സ്ഥാപനങ്ങളായിട്ട് ഏതൊരു ഹെഡ് മിസ്സസ് ആണ് അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ ആണ് അത്തരത്തിലൊരു അച്ചടക്കത്തിന്റെ പേരിൽ അത്തരത്തിലൊരു ധീരമായ നിലപാട്, ഒരു കർശനമായ ഒരു നിലപാടെടുക്കാൻ തയ്യാറാകുക? ഇല്ല. ഇവിടെ സംഭവിച്ചത് കണ്ടില്ലേ, അവിടെ മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ ഒരിക്കലും തയ്യാറാവില്ല. അപ്പൊ അത്തരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കി അതിൽ നിന്ന് മുതലെടുത്തുകൊണ്ട് അതിന്റെ ഇഫക്റ്റ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പിൽ വരുത്തുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യം. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ വിഷയത്തിലേക്ക് വരുന്നത് ഇതുകൂടെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. 280 കുട്ടികളാണ്, മുസ്ലിം കുട്ടികളാണ് ആ സ്കൂളിൽ പഠിക്കുന്നത്. ഇവർ എല്ലാ സ്ഥലത്തും ഇറക്കുന്ന ഒരു തന്ത്രമുണ്ട്. ഇതുപോലെ ക്രിസ്ത്യൻ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സ്കൂൾ അതുപോലുള്ള സ്ഥാപനങ്ങളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇവർ മുഴക്കുന്ന ഒരു ഭീഷണിയുണ്ട്. ഞങ്ങൾ മുസ്ലിം കുട്ടികളെ കൂട്ടത്തോടെ ഇവിടുന്ന് TC വാങ്ങി പിൻവലിച്ച് വേറെ സ്കൂളുകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കും. ഒരു പിണ്ണാക്കുമില്ല. ആ 250 കുട്ടികളെ നിങ്ങൾ TC വാങ്ങി കൊണ്ടുപോയിക്കോളുന്നു സിസ്റ്റർ നിലപാട് എടുത്തിരുന്നെങ്കിൽ 25 പേർ പോലും അവിടുന്ന് രക്ഷിതാക്കൾ പോലും മക്കളെ കൊണ്ടുപോകാൻ തയ്യാറാവില്ല. 25-ന് അപ്പുറം പോവില്ല. കാരണം എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ല അച്ചടക്കത്തോടെ മക്കൾ വരണമെന്നുണ്ടെങ്കിൽ, മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ തന്നെ പഠിച്ചാലേ പറ്റൂ. നല്ല ബോധമുള്ള, മക്കളുടെ ഭാവിയിൽ കരുതലുള്ള, ആശങ്കയുള്ള, നല്ല ബുദ്ധിയും ബോധവുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൽ നിന്ന് മക്കളെ പിൻവലിപ്പിക്കില്ല. നമ്മുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ തന്നെ പറയുന്നുണ്ടല്ലോ, ആ പ്രിൻസിപ്പൽ സിസ്റ്റർ തന്നെ പറയുന്നുണ്ടല്ലോ, നല്ല മൂല്യബോധമുള്ള, കുടുംബത്തിനും രാജ്യത്തിനും ഒക്കെ പ്രയോജനപ്പെടുന്ന നല്ല ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമേ എനിക്കുള്ളൂ. യെസ്, അത്രേ ഉള്ളൂ. അതിപ്പോ ആ സിസ്റ്റർ മാത്രമല്ല അഭിനന്ദിക്കുന്നത്, സിസ്റ്ററിന് പരിപൂർണ സപ്പോർട്ട് കൊടുത്ത PTA കൂടെ നമ്മൾ അഭിനന്ദിക്കുന്നുണ്ട്. PTA നല്ലൊരു സപ്പോർട്ട് കൊടുത്തു എന്നത് വേണം നമ്മൾക്ക് കരുതാനായിട്ട്. കാര്യം ഈ സർവകക്ഷി യോഗത്തിന് ശേഷവും ഒരു PTA മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ PTA മീറ്റിംഗിൽ കൂടെ എടുത്ത തീരുമാനങ്ങൾക്ക് ശേഷമാണ് സിസ്റ്റർ യൂണിഫോം ഇത് തുടരും, പിന്നെ സിസ്റ്റർ ആ ഒരു വാക്കിൽ പറ്റിയ ഒരു പിഴവ് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സിസ്റ്റർ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതും ആ PTA മീറ്റിംഗിന് ശേഷമാണ്. അപ്പൊ PTAയുടെ നിലപാടിനെയും നമ്മൾ അഭിനന്ദിച്ചേ പറ്റും. അപ്പോൾ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ഇങ്ങനെ തകർക്കുക എന്നുള്ളത് ഇവരുടെ ഇസ്ലാമിക അജണ്ട ഇവിടെ സ്ഥാപിക്കുന്നതിന് ഏക തടസ്സമായി നിൽക്കുന്നത് ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ ഹയർ സെക്കൻഡറി തലത്തിലുള്ള, അതും മറ്റേ എഞ്ചിനീയറിംഗ് തലത്തിലുള്ള ആ ഒരു സ്ഥാപനങ്ങളെ തകർത്താൽ മാത്രമേ ഇവരുടെ ആ ഒരു അജണ്ട ഇവിടെ നടപ്പിലാവുള്ളൂ. അതിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നതിനെ ആദ്യം ഒതുക്കുക. കാര്യം വളരെ പെട്ടെന്ന് ഒതുക്കിയിട്ട് ഇവിടെ ഒരു ഭയം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് നമ്മൾ ജോസഫ് മാഷ് വിഷയത്തിൽ കണ്ടതാണ്. ഒരു ഭയം ജനിപ്പിക്കുക. അപ്പൊ അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ സ്ഥാപനങ്ങളാണ്. പക്ഷെ സിസ്റ്റർ ഒരു മാതൃകയാണ്. 2008 2 കുട്ടികൾ ഇതേപോലെ തന്നെ CMI സ്ഥാപനത്തിലെ തങ്ങൾക്ക് വേണ്ടിയിട്ട് 2018 ഹൈക്കോടതിയിൽ എത്തിക്കുകയുണ്ടായി. ആ കുട്ടികൾക്ക് വേണ്ടി ഹൈക്കോടതിയിൽ വാദിച്ചതാരാണ്, അതിന് പണം മുടക്കിയതാരാണെന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ആ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട് സ്കൂളിന് നിലപാടെടുക്കാം. അതിനെക്കുറിച്ച് എല്ലാ മാനേജ്മെന്റ് സ്കൂളിലെയും പ്രിൻസിപ്പൽമാരും ഹെഡ് മിസ്സസുമാരും ബോധവാന്മാരാകണം, കൃത്യമായ നിലപാടെടുക്കണം.
ഇവരുടെ ഈ ഈ ഭീഷണികൾക്കൊന്നും ഒരു കാരണവശാലും വഴങ്ങാൻ പാടില്ല. വഴങ്ങാൻ പാടില്ലാതാൽ നമ്മുടെ നല്ല തലമുറയെ നമുക്ക് നശിക്കും. നല്ല പൗരന്മാരില്ലാണ്ടാവും. നമ്മുടെ നല്ല പ്രൊഫഷണലുകൾ ഇവിടെ ഉയർന്നു വരില്ല. അത് ഏത് മേഖലയിലായാലും, എഞ്ചിനീയറിംഗ് മേഖലയിലായാലും, സിവിൽ സർവീസിലായാലും, അല്ലെങ്കിൽ മെഡിക്കലിലായാലും നല്ല പ്രൊഫഷണലുകൾ ഈ രാജ്യത്ത് ഭാവിയിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്ത്യൻ സഭയുടെയും അല്ലാതുള്ളതുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു സ്ഥാപനങ്ങളും നിലനിന്നേ മതിയാവും. അതുകൊണ്ട് തന്നെ ഈ ഭീഷണിക്ക് യാതൊരു കാരണവശാലും വഴങ്ങാൻ പാടുള്ളതല്ല എന്ന് എനിക്ക് പറയാനുള്ളത്. ഫാദർ ബിജു വെട്ടുകല്ലൻ, ശ്രീ കെവിൻ പീറ്റർ സൂചിപ്പിച്ച ആ കോടതി വിധി 2018 അങ്ങയുടെ തന്നെ സഭയിൽ, CMI സഭയുടെ തിരുവനന്തപുരത്ത് ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പിതാവ് കൊടുത്ത ഒരു പരാതി പ്രകാരം ആ കോടതി വിധി എന്തായിരുന്നു? ആ കോടതി വിധിയിലെ പരാമർശങ്ങൾ എന്തായിരുന്നു? 2018 ഈ സംഭവം ഉണ്ടാവുക. കുട്ടികൾക്ക് ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 2 കുട്ടികൾ, 12 വയസ്സ് താഴെയുള്ള കുട്ടികൾ ഒരു റിട്ട് പെൻഷൻ പേരൻസിന്റെ സഹായത്തോടെ കൊടുത്തതാണ്. അപ്പൊ അവര് വേണ്ടതൊക്കെ സ്കാർഫും അതുപോലെ തന്നെ കൈ മുഴുവൻ മറയ്ക്കുന്ന ഉടുപ്പും ധരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് സ്കൂളിന്റെ ഡ്രസ് കോഡിന് ചേർന്നതല്ല. അതുകൊണ്ട് അത് ധരിക്കാൻ പറ്റത്തില്ല എന്നാണ് കോടതിയുടെ ഒബ്സർവേഷൻ. അതിന്റെ അന്നത്തെ ജഡ്ജി മുഹമ്മദ് മുഷ്താബ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ പറയുന്നത്, കുട്ടികൾക്ക് അവർക്ക് അവരുടേതായ മൗലിക ആവശ്യമുണ്ട്, ഏത് ഡ്രസ് കോഡ് ധരിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു സ്ഥാപനത്തിന്റെ മൗലിക അവകാശം, അതിൻ്റെതായ അവകാശമുണ്ട്. കുട്ടികൾക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഏത് രീതിയിലാണ് പരിശീലനത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് തീരുമാനിക്കേണ്ടതും അത് കുട്ടികളെയും പേരൻസിനെയും ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സ്കൂളിലെ ഹാൻഡ് ബുക്കിൽ ബൈലോസ് ആയിട്ട് നൽകുകയും അവരിൽ നിന്നും അവരുടെ പെർമിഷൻ, അവർ സിഗ്നേച്ചർ എടുക്കുകയും ചെയ്തിട്ട് പഠനം തുടങ്ങിയ കുട്ടികൾ തങ്ങളുടെ വ്യക്തിപരമായ അവകാശം, പൊതു താല്പര്യത്തിന്റെ അവകാശം എന്ന് വെച്ചാൽ പൊതു സ്ഥാപനത്തിന്റെ അവകാശത്തിന് മേൽ വെച്ചു കൊടുക്കുന്നത് തെറ്റാണെന്ന ഒബ്സർവേഷനാണ് ജസ്റ്റിസ് മുഹമ്മദ് എടുത്തത്. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, വാസ്തവത്തിൽ ഇതിന്റെ പിന്നിൽ ഒരു വർഗീയ ലഹള സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഗൂഢ ആലോചന ഇതിന്റെ അണിയറകളിൽ നടത്തപ്പെട്ടിട്ടുണ്ടോ? കാരണം ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയോട് ഇത്ര ഒരു ചതി കാണിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒളിക്യാമറയിലൂടെ ആ ദൃശ്യങ്ങൾ പകർത്തി ഇങ്ങനെയുള്ള ഒരു ചതി കാണിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇതിന്റെ പുറകിൽ അങ്ങനെയുള്ള ഒരു ലക്ഷ്യം അവർക്കുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. കാരണം ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതേപോലെയുള്ള ഈ നിസ്സാര സംഭവങ്ങളെ ഊതിപ്പെരിപ്പിച്ച് പലയിടങ്ങളിൽ, ഇത് ഇവിടെ മാത്രമല്ല പലയിടങ്ങളിൽ ഇതുപോലെയുള്ള നിസ്സാരമായിട്ടുള്ള വളരെ നിസ്സാരമായ സംഭവങ്ങളെ ഊതിപ്പെരിപ്പിക്കുകയും പിന്നീട് ചിലപ്പോൾ അടങ്ങി പോകുമായിരിക്കും, പക്ഷെ കുറച്ചു പേര് രക്തം തിളച്ചിങ്ങനെ വരും. പിന്നെ അടുത്ത സ്ഥലത്ത് ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് പതുക്കെ ഇങ്ങനെ അങ്ങ് രക്തം തിളപ്പിക്കുകയും എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ആ കൃത്യസമയത്ത് അത് പൊട്ടിത്തെറിപ്പിക്കുകയും ചെയ്യും. അതുവരേക്ക് രക്തം തിളച്ച് ഇങ്ങനെ നിന്നിരുന്ന പല ആൾക്കാരും ആ സമയത്താണ് പിന്നെ അത് ഫുൾ ഫോഴ്സിൽ പുറത്തേക്ക് വരുന്നത്. ഒരു സ്പ്രിങ്ങിനെ അമർത്തി വെച്ചിട്ട് വിടുന്നത് പോലെ വരും. അപ്പൊ ഇത് പണ്ട് മുതലേ മലബാർ മേഖലയിൽ ഇത് പണ്ട് മുതലേ വിജയിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അവിടെ മലബാറിലെ ലഹളകൾ 1836 മുതലുള്ള ലഹളകൾ, ആ ലഹളകളെല്ലാം ഇതേപോലെ നിസ്സാര സംഭവങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് ഇതാക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലത്തെ കേസ് നോക്കിക്കഴിഞ്ഞാൽ പലയിടത്തുനിന്നും ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും പോലീസ് ഈ തോക്ക് പോലെയുള്ള അല്ലെങ്കിൽ ബോംബ് പോലെയുള്ള പല സാധനങ്ങളും പലയിടങ്ങളിൽ നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നു. പലയിടങ്ങളിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുക്കുന്നു. പിന്നെ ഈ കടലിൽ നിന്ന് ബോട്ടിൽ കൊണ്ടുവരുന്ന ആയുധങ്ങൾ ഇതെല്ലാം പിടിച്ചെടുക്കുന്നുണ്ടെങ്കിലും പിടിച്ചെടുക്കപ്പെടാതെ പോലീസിന്റെ കണ്ണിപ്പെടാതെ പോയിട്ടുള്ള വേറെയും ബോട്ടുകൾ കാണുമല്ലോ അവിടെ. ഇതൊക്കെ എവിടെ പോകുന്നു? ഈ ആയുധങ്ങളൊക്കെ എവിടെ പോകുന്നു? നമ്മളിത് ശരിക്കും ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണിത്. കാരണം കൃത്യമായിട്ട് ഞാൻ മലബാർ കലാപത്തിന്റെ ചരിത്രം കുറെ പഠിച്ചതുകൊണ്ട് പറയാണ്, ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് 1921 കാര്യം ഞാൻ പറഞ്ഞു, അതിനേക്കാളും മുമ്പുള്ളതുണ്ട്. 1921 റെയ്ഡൊക്കെ നടത്തി കഴിഞ്ഞപ്പോ പലയിടങ്ങളിൽ നിന്ന് റെയ്ഡൊക്കെ നടത്തി കഴിഞ്ഞപ്പോണ്ട് ആയിരക്കണക്കിന് തോക്കുകളാണ് പലയിടങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തത്. ഒരു തോക്ക് നമ്മളൊക്കെ ആരാണ് നേരിട്ടൊരു തോക്ക് കണ്ടിട്ടുള്ളത്? അപൂർവമാണ്. പക്ഷെ അന്ന് ആ സമയത്ത് ആയിരക്കണക്കിന് തോക്കുകൾ, 2127 അങ്ങനെ എത്രയോ തോക്കുകളാണ് പിടിച്ചെടുക്കുന്നത്. 2 താലൂക്കുകളിൽ നിന്ന് മാത്രമുള്ള റെയ്ഡ്. പിന്നെ ബാക്കിയുള്ള ആയുധങ്ങൾ വേറെയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് മുമ്പേ ഉള്ളൊരു സംഭവം ആയതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഈ മുസ്ലിങ്ങളെ അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ പോലും രക്തം തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കണ്ടിരുന്നു പല ആളുകളുടെയും കമന്റ്സ്.
ഇവരാരും വസ്തുതകൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ സിസ്റ്റർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് പോലും മനസ്സിലായിട്ടില്ല. സിസ്റ്റർ വിഷമാണെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒന്ന് കമന്റ് ഇടുകയാണ്. അവർക്ക് വേണ്ടുന്നതെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇവർക്ക് വേണ്ടുന്ന സാധനം മാത്രമേ ഇവർ പുറത്തു വിട്ടിട്ടുള്ളൂ, ഈ സിസ്റ്ററിന്റെ നേരെ ഒരു രോഷം ഉണ്ടാകത്തക്ക നിലയിൽ. അപ്പൊ ഇത് കാണുമ്പോൾ പല ആളുകളും ഇതിനെക്കുറിച്ചൊന്നും ശരിയായിട്ട് മനസ്സിലാക്കാത്ത പല ആൾക്കാർക്കും സ്വാഭാവികമായിട്ട് രക്തം തിളയ്ക്കും. ഈ രക്തം തിളയ്ക്കലാണ് അവർക്കും വേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്. ഇതെല്ലാം ആത്യന്തികമായിട്ട് കൊണ്ടെത്തിക്കാൻ പോകുന്നത് ഒരു വലിയ നാശത്തിലേക്കാണ്, ഈ സമൂഹത്തിനെ ഒരു വലിയ ദുരന്തത്തിലേക്കാണ് ഇവർ തള്ളിയിടാൻ പോകുന്നത്. ശ്രീ അനിൽകുമാർ അയ്യപ്പൻ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് MES സ്ഥാപനത്തിൽ പഠിച്ച ഒരു പെൺകൊച്ച് ഫീസ് അടയ്ക്കാൻ പൈസയില്ലാതെ ചില ദിവസങ്ങൾ താമസിച്ചു പോയി എന്നതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ സംഭവം ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലോ കോളേജിലോ ആണ് സംഭവിച്ചിരുന്നതെങ്കിൽ ഇവിടെ എന്തെല്ലാം പുകിലുകൾ ഉണ്ടാകുമായിരുന്നു. ആ സ്ഥാപനം അടച്ചു പൂട്ടിക്കാൻ വേണ്ടിയുള്ള സകലവിധമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുമായിരുന്നു. എന്നാൽ ഈ സംഭവത്തിൽ ഒരു വിദ്യാർത്ഥി സംഘടന പോലും ഒരു പ്രതിഷേധ മാർച്ച് പോലും നടത്തിയതായി കണ്ടില്ല. ഈ ഇരട്ടത്താപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ശ്രീ അനിൽകുമാർ അയ്യപ്പൻ? സ്ഥാപനം മുസ്ലിമിന്റെ ആണെങ്കിൽ എപ്പോഴും ഇരട്ടത്താപ്പ് ഉണ്ടായിരിക്കും. അവിടെ ഇവരുടെയൊക്കെ ഈ സെക്യുലറിസം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഇരട്ടത്താപ്പ് ഉണ്ടായിരിക്കും. അത് മാധ്യമങ്ങളിൽ നമ്മൾ നോക്കിയാലും അത് തന്നെ കാണാം. എന്താണ് അതിന്റെ വസ്തുതകള്, അതിന്റെ പുറകിലെ സംഭവങ്ങൾ, ഇതൊന്നും അന്വേഷിക്കുകയില്ല. ഇപ്പൊ ഈ പറഞ്ഞ MES ഈ വിഷയം ഞങ്ങളത് അന്വേഷിച്ചതാണ്, ഇതെന്താണ് സംഭവിച്ചതെന്ന്. അപ്പൊ അത് യൂണിവേഴ്സിറ്റിയുടെ ഇതാണ്. യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്ന് അടയ്ക്കേണ്ടുന്ന ഫീസ് അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞു, ഇനിയിപ്പോ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് കൊണ്ടുപോയി അടയ്ക്കണം എന്നവർ പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് കോളേജിനെ കുറ്റം പറയാൻ പറ്റുകയില്ല, അവര് യൂണിവേഴ്സിറ്റിയുടെ റൂളാണ് പറഞ്ഞത്. പക്ഷേ ഇതേ സംഭവം ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ അന്വേഷണമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അന്വേഷിച്ചു, എന്താണ് സംഭവിച്ചത് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായി അവരെ കുറ്റം പറയാൻ പറ്റില്ലാതെ നമ്മൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലാണെങ്കിൽ അന്വേഷണമൊന്നുമില്ല. വന്ന് ഈ ഓഫീസൊക്കെ അടിച്ചു തകർക്കലും കല്ലേറും പിന്നെ ഈ വിദ്യാർത്ഥി യൂണിയനുകളുടെ സമരം എന്തൊക്കെയായിരിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ ഈ വിഷയത്തില് SFIയും AISFും മാർച്ച് നടത്തി, ഈ സിസ്റ്ററിനെതിരായിട്ട് ഇത് പറഞ്ഞുകൊണ്ട് മാർച്ചൊക്കെ നടത്തിയിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്? ഒരു അന്വേഷണവും ഇല്ല. മുസ്ലിങ്ങളാണോ ഉടനെ അവർക്ക് അനുകൂലമാണ്. ഇതാണ് നമ്മുടെയൊക്കെ ഒരു പൊതുബോധം എന്ന് പറയുന്നത്. കാരണം ഈ മുസ്ലിങ്ങളാണെങ്കിൽ വിക്ടിം കാർഡ് ഇറക്കാൻ നല്ല ബഹുമിടുക്കനാണ്, ഇരവാദ കാർഡ് ഇറക്കാൻ. അപ്പൊ ഈ ഇരവാദ കാർഡ് ഇറക്കി ഇവരുടെ ഇരവാദ കരച്ചിൽ കേട്ടിട്ട് പൊതുസമൂഹത്തിനുള്ള ഒരു ധാരണയുണ്ട്, ഇവരെപ്പോഴും എവിടെയും ആക്രമിക്കപ്പെടുന്നു, ഇവര് പാവങ്ങളാണ്, മറ്റുള്ളവർ ഇവരെ നേരെ കുതിര കയറുന്നു എന്നുള്ളൊരു ചിന്താഗതി അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഫലകരമായ വിധത്തിൽ അവർ എങ്ങനെ ഉപയോഗിക്കണമെന്നും അവർക്കറിയാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് അറിയാം ഈ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയും ചെയ്യും. ഇത് കാലാകാലങ്ങളായി തുറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. വൃത്തികെട്ട പരിപാടി എന്നല്ല പറയണം. അല്ലെങ്കിൽ അന്തിച്ചർച്ചകളില്ല. സാധാരണ ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ചർച്ചകൾ പോലും ഒരു കാര്യവും ഇല്ല. ഇത് ഒരു ഇതുമില്ല, ഒരു അന്വേഷണവും പറച്ചിലോ ഇല്ല. ഏകപക്ഷീയമായിട്ട് ഇന്ന ആൾക്കാരൊക്കെ കുറ്റക്കാർ, ഇവരെപ്പോഴും നിരപരാധി. ആ ഒരു ഇതിലാണ്, അങ്ങനെ ഒരു പൊതുബോധത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഇരട്ടത്താപ്പുകളെ പിന്നെയും തുറന്നു കാണിച്ചുകൊണ്ട് ഇത് സംഭവം നിങ്ങൾ കേൾക്കുന്നതിന് ഒരു മറുവശം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പൊതുജനത്തെ അറിയിക്കാൻ എപ്പോഴും പ്രതിജ്ഞാബദ്ധരായിട്ടിരിക്കണം. മറുവശം എപ്പോഴും കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. ശ്രീ കെവിൻ പീറ്റർ, വാസ്തവത്തിൽ ഒരു ഇന്ത്യൻ പൗരന്റെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരം ഒളിക്യാമറ ദൃശ്യങ്ങളൊക്കെ ഒപ്പിയെടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് നടന്ന പല സംഭവങ്ങളും നമ്മുടെ മാധ്യമങ്ങളുടെ അന്തിച്ചർച്ചയ്ക്ക് വിഷയമാകാറുണ്ട്. എന്നാൽ പലപ്പോഴും ഇത്തരം സംഭവങ്ങളൊന്നും ചർച്ചയ്ക്ക് വിധേയമാക്കാൻ പല മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ മതനിരപേക്ഷരാണെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയക്കാർ പോലും ഇത്തരം ഇസ്ലാമിസ്റ്റുകൾക്ക് കുടപിടിക്കുന്ന, അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ അലഹബാദിലെ ഒരു കോടതിയുടെ വിധി, അഹമ്മദാബാദ് കോടതിയുടെ വിധി വന്നിരിക്കുന്നു. അതിൽ 38 പേർക്ക് വധശിക്ഷ വിധിച്ച ഒരു ചരിത്ര സംഭവം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ 38 പേർക്ക് ഒന്നിച്ച് ശിക്ഷ വിധിക്കുന്നത്. അതിൽ തന്നെ 3 മലയാളികൾ, 2 പേര് ഈരാറ്റുപേട്ടക്കാർ. പക്ഷേ ഈ വിഷയത്തിലൊന്നും കാര്യമായ ഒരു ചർച്ചകൾ ഇവിടെ നടക്കുന്നില്ല. നേരെ മറിച്ച് ഇതിൽ ഏതെങ്കിലും ക്രൈസ്തവ നാമധാരികൾ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ
അവരായിരുന്നു ഈ സംഭവത്തിലെ പ്രതികളെങ്കിൽ ഇവിടെ എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നു. എങ്ങനെയാണ് ശ്രീ കെവിൻ ഇതിനെ നോക്കിക്കാണുന്നത്? ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് കാര്യം കൂടെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഇതിൽ ഇപ്പം MESന്റെ നിലപാടിനെ ഇപ്പോൾ എല്ലാവരും അഭിനന്ദിക്കുന്നുണ്ട്. ഞാനും ആ നിലപാടിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ MESന്റെ കോളേജുകളിൽ ഹയർ സെക്കൻഡറി, MESന് കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിങ്ങളൊന്ന് നോക്കിക്കോളൂ. അവിടെ വരുന്ന പെൺകുട്ടികളുടെ ചുരിദാറിന്റെ കൈ ഇവിടെ വരെയാണ്. മറ്റൊരു മതസ്ഥാപനങ്ങളുടെയും കോളേജുകളിൽ അങ്ങനെ സ്കൂളുകളിൽ അങ്ങനെ കാണാറില്ല. അവർ പെൺകുട്ടികളുടെ കൈ ഇവിടം വരെയാണ്. കഴുത്ത് ചെറുതാണ്. പെൺകുട്ടികളുടെ സ്കൂൾ യൂണിഫോമിന്റെ കഴുത്ത് ചെറുതാണ്, കൈ ഇവിടം വരെയാണ്. പക്ഷെ നമ്മൾക്ക് അതിനെ എതിർക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടന, ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സംഘടന, ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പിതാവോ മാതാവോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതസ്ഥലോ ചെന്ന് അവിടെ ഇന്നുവരെ MESന്റെ സ്കൂളുകളിൽ ചെന്ന് ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്റെ മകൾക്ക് ഇങ്ങനെ ഇത്രേ കൈയിടാൻ പറ്റുള്ളൂ, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? കാരണം MESന്റെ അവരുടെ ആ സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് യൂണിഫോം ഇവിടെ വരെ ആയിരിക്കണം. അതിന് അവരുടെ മതത്തിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, എന്തുമായിക്കൊള്ളട്ടെ. അവരുടെ മതത്തിന്റെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ കൈ ഇവിടം വരെ ഇടാവുള്ളൂ എന്നുള്ളത് ആ സ്കൂളിന്റെ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ PTA എടുത്തിരിക്കുന്ന തീരുമാനമാണ്. ആ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ സൗകര്യമുള്ളവർ അവിടെ ചെന്നാൽ മതി. ഇത്രയും കൈവിട്ട് പഠിക്കണമെന്നുള്ളവർ വേറെ സ്കൂളുകളിൽ പോയിക്കോട്ടെ. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയോ ഏതെങ്കിലും ഒരു ഹിന്ദുവോ MESന്റെ ഈ സ്കൂളുകളിൽ ചെന്ന് ഈ കൈയുടെ പ്രശ്നം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടായിട്ടുണ്ട്. 2008 കായംകുളത്തിനടുത്ത MESന്റെ കോളേജിൽ പൊട്ട് കുത്തിക്കൊണ്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു ഹഫ്ത അവർ പുറപ്പെടുവിച്ചു. അതിനെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിട്ട് അന്ന് സ്കൂൾ മാനേജ്മെന്റിന് അത് പിൻവലിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അത് ഒരിക്കലും ഒരു പൊട്ട് എന്ന് പറയുന്നത് യൂണിഫോമിന്റെ ഒരിക്കലും ബാധകമല്ല. അപ്പം ഇത് ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കും ബാധകമാണ്. MESന്റെ സ്ഥാപനങ്ങളിൽ ഫുൾ കൈ ഇട്ടുകൊണ്ട് വരാൻ അവർക്ക് ഫുൾ കൈ ഇട്ടുകൊണ്ട് വരാൻ മാത്രമേ അനുവാദമുള്ളൂ. അതിനെ ആരും എതിർക്കാറില്ല. എന്ന് പറയുന്ന പോലെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ ഏത് സ്ഥാപനമായിക്കൊള്ളട്ടെ അവിടുത്തെ ഡ്രസ് കോഡ് എന്താണോ അതിനെ അംഗീകരിച്ച് മക്കളെ അവിടെ ചേർക്കാൻ പറ്റുന്നവർ അവിടെ ചെന്നാൽ മതി. പിന്നെ എന്തിനാണ് ചേർത്തിട്ട് ചെന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അപ്പം പിന്നെ മറ്റൊരു ഇപ്പൊ മാൽകുമാർ ആയിപ്പൻ പറഞ്ഞ മറ്റൊരു വിഷയം, ഇവിടെ വർഗീയ കലാപത്തിനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം. ഒരിക്കലും ഉടനെ എങ്ങും കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാവില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ LTT നമ്മുടെ ബ്ലാക്ക് ജൂലൈക്ക് ശേഷം LTT ശ്രീലങ്കയിൽ ശക്തി പ്രാപിച്ചു വരുന്ന പോലെ ടൈലോയും തമിഴീഴവും TNTയും അങ്ങനെയുള്ള സംഘടനകളൊക്കെ പുറകോട്ട് പോയ സമയത്താണ് LTT വളർന്നു കയറിയത്. ആ LTT വരുന്നത് LTTയുടെ ഏറ്റവും വലിയൊരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് തമിഴ്നാടായിരുന്നു. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് അവർ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിരുന്നത്. രാത്രി തമിഴ്നാട് തീരത്തുനിന്ന് പോയി അവിടെ അറ്റാക്ക് നടത്തിയിട്ട് തിരിച്ച് തമിഴ്നാട് തീരത്ത് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ രാജീവ് ഗാന്ധി വധക്കേസിൽ അവർ ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ വധിച്ചപ്പോൾ എന്തു പറ്റി? അവർക്ക് അവരുടെ ഈറ്റില്ലം ഇല്ലാണ്ടായി. അവരുടെ സേഫ് പ്ലേസ് അവർക്ക് നഷ്ടപ്പെട്ടു. തമിഴ്നാട്ടിൽ നിന്ന് അവർ തുരത്തപ്പെട്ടു. അതാണ് LTT കാണിച്ച ഏറ്റവും വലിയൊരു ബുദ്ധിമോശം എന്ന് പറയുന്നത്. അവർ ഒരു ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ വധിച്ചപ്പോൾ അവർക്ക് എല്ലാവിധ സഹായങ്ങളും സപ്പോർട്ടും എല്ലാവിധ ഇതും ഉണ്ടായിരുന്ന ഗ്രൗണ്ട് സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് അവർ പുറത്തേക്ക് പോയി. ഇതാണ് ഇവിടെ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും കേരളത്തിൽ ഉടനെ എങ്ങും ഒരു വലിയൊരു വർഗീയ കലാപമോ സീരിയൽ ബോംബ് ബ്ലാസ്റ്റോ ഒന്നും ഉണ്ടാകില്ല. കൈവെട്ട് തലവെട്ട് ഇങ്ങനെ വെട്ടിക്കൊല്ലൽ, വീട്ടിൽ കയറി ആക്രമിച്ച് കൊല്ലൽ, ഇങ്ങനെ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ടാവും. പക്ഷെ അല്ലാതെ ഒരു ഭയങ്കരമായ ഒരു വർഗീയ അല്ലെങ്കിൽ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റോ ഒരിക്കലും കേരളത്തിൽ ഉണ്ടാവില്ല. കാരണം ഇന്ത്യയിലെ തീവ്രവാദികൾക്ക് ആലോചന, അവർക്ക് പരിശീലനം, അവർക്ക് പൊളിറ്റിക്കൽ സപ്പോർട്ട്, മണി കൊണ്ടുവന്ന് ഇവിടെ വിതരണം ചെയ്യാനുള്ള എല്ലാം, ഇതിനെല്ലാത്തിനും ഒരു തീവ്രവാദ സംഘടനയ്ക്ക് വേണ്ട 100ൽ 100% കാര്യങ്ങളും വളരെ ഇതായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഏറ്റവും സേഫസ്റ്റ് പ്ലേസ്. ഇവിടെ ഒരു ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു വർഗീയ കലാപം ഇവിടെ ഉടനെ ഉണ്ടാക്കിയാൽ ഇവിടുന്ന് അവർ പുറന്തള്ളപ്പെടും. ഇവരുടെ പേരിൽ നടപടി എടുക്കാണ്ടിരിക്കാൻ പറ്റാതാവും. ഇവിടെ റെയ്ഡ് ചെയ്യപ്പെടും. അപ്പോൾ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവർക്ക് നഷ്ടപ്പെടും. എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ഉടനെ ഒരു വർഗീയ കലാപമോ ഒരു സീരിയൽ ബോംബ് ബ്ലാസ്റ്റോ ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാവാനുള്ളൊരു മറ്റൊരു ചാൻസ് ഉണ്ടായാൽ നമ്മളൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു ഡെമോക്രസിന്റെ വാൾ നമ്മുടെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടപ്പും. അത് ആരാണെന്ന് ഇപ്പോഴും പിക്ചറിൽ അവരില്ല. 20 ലക്ഷമെന്ന് സർക്കാർ കണക്കിലും, എന്നാൽ 40 ലക്ഷത്തിനടുത്ത് ഇവിടെ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരെ ക്യാരം ബോർഡും LED TVയും പാലും മുട്ടയും എല്ലാം കൊടുത്ത് നമ്മൾ ഇവിടെ വളർത്തുന്നുണ്ട്.
ഇതിൽ യഥാർത്ഥ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത് ലോക്ക്ഡൌണിന് ശേഷം 9 ട്രെയിനുകളിൽ ഇവിടുന്ന് തിരിച്ചു നാട്ടിലേക്ക് പോവുകയുണ്ടായി. അതിൽ ഒരു ട്രെയിനിൽ 1500 പേർ വെച്ച് കണക്കൂട്ടിയാലും 9 ട്രെയിനുകളിൽ പോയവർ എത്രയാണ്? അവരും പിന്നെ കുറച്ചു പേരും മാത്രമാണ് യഥാർത്ഥ അന്യ സംസ്ഥാന തൊഴിലാളികൾ. അല്ലാതെ ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന റോഹിംഗ്യൻസും ബംഗ്ലാദേശികളും ഇവിടെ സേഫ് ആയിട്ട് താമസിക്കുന്നുണ്ട്. നാളെ ഒരു വർഗീയ കലാപം കേരളത്തിൽ ഉണ്ടായാൽ അതിന്റെ മുൻപന്തിയിൽ എത്തുക ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യൻസുമായിരിക്കും. അവരെ പിന്നിൽ നിന്നായിരിക്കും മറ്റുള്ളവർ നിയന്ത്രിക്കുക. ഒരൊറ്റ വാട്സപ്പ് ഗ്രൂപ്പുകളുടെ സന്ദേശം മതിയാവും. നമ്മൾ കണ്ടു ഇവിടെ ഒരു കഴിഞ്ഞ ഇടയിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ എറണാകുളത്ത് രാത്രി ഒരു പ്രകടനം നടത്തി. എത്ര മിനിറ്റുകൾ കൊണ്ടാണ്, ഏതാനും കുറഞ്ഞ സമയത്തിനുള്ളിലാണ് വലിയ ഒരു കൂട്ടം അവിടെ ആൾക്കാർ എത്തിയിട്ട് അവിടെ ഇത് നടത്തിയത്. അതിലും ഉണ്ടായിരുന്നു അന്യ സംസ്ഥാന തൊഴിലാളികൾ. അപ്പോൾ ഈ പ്രതീക്ഷിക്കുന്നതൊക്കെ ഇവിടെ നടക്കും. പിന്നെ അടുത്ത ഒരു ഇതിലേക്ക് വരുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ ഏത് രീതിയിലും തങ്ങളുടെ ആ ഒരു വൃത്തികെട്ട അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി ഏതൊരു ഹീനകൃത്യവും നിർവഹിക്കും എന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ സിസ്റ്ററുടെ വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഏതൊരു രക്ഷിതാവാണ് തന്റെ മകളുടെ പ്രശ്നം പരിഹരിക്കാനാണ് ഒരു രക്ഷിതാവ് ചെല്ലുന്നതെങ്കിൽ അദ്ദേഹം ഹെഡ്മിസ്റ്ററുമായിട്ട് മാന്യമായ രീതിയിൽ സംസാരിച്ച് PTA-യുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അതിന്റെ മാനേജറെ പോയി നേരിൽ കണ്ട് അങ്ങനെയല്ലേ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. അല്ലാതെ തന്റെ ക്യാമറ ഓണാക്കി രണ്ടാമത്തെ പ്രാവശ്യം ക്യാമറ ഓണാക്കി തിരിച്ചു വെച്ച് തന്റെ പോക്കറ്റിൽ സ്ഥാപിച്ചുകൊണ്ട് കടന്നു വരുന്ന രക്ഷിതാവാണോ? അയാൾ വന്നത് അയാളുടെ അജണ്ടകൾ, അയാൾ മറ്റുള്ളവർ പുറത്തുനിന്ന് തയ്യാറാക്കി കൊടുത്ത തിരക്കഥകൾക്കനുസരിച്ചാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു, അത് പുറത്തു കൊണ്ടുവന്നു. അത് വേണ്ടത് കാര്യങ്ങൾ മാത്രം സെലക്ട് ചെയ്തെടുത്തു. അവർക്ക് എന്നിട്ടും 1-2 വാക്കുകൾ മാത്രമാണ് ഇത്രയോ നേരം, ഏകദേശം അരമണിക്കൂറിനടുത്ത് ആ രക്ഷിതാവ് സംസാരിച്ചു എന്നാണ് പറയുന്നത്. അതിൽ ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് സിസ്റ്റർക്കെതിരെ ഉപയോഗിക്കാനായിട്ട് അവർക്ക് കിട്ടിയത്. അപ്പോ എന്തൊരു ഹീനകൃത്യവും ഇത് ചെയ്തുകൊണ്ട് മാനുഷിക മൂല്യങ്ങൾക്കും മര്യാദയ്ക്കും ഒന്നിനും ഒരു വിലയും കൊടുക്കാതെ ഏതു തരത്തിലും തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമാണ്. കാരണം അവർ ലക്ഷ്യമിടുന്നതിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അവരുടെ മുന്നിലുള്ള പ്രധാന തടസ്സങ്ങളാണ് ഇത് ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ. അപ്പൊ അവയെ തകർക്കുക, അവയെ ഇല്ലാണ്ടാക്കുക. ഇന്ന് ആ സ്കൂളിൽ ഇത് ഹിജാബ് അനുവദിച്ചാൽ നാളെ മൊത്തം മറയ്ക്കുന്ന പർദ്ദ നാളെ ഇട്ടുകൊണ്ടുവരും. സ്കൂളിന്റെ യൂണിഫോമിന്റെ കളറിലെ പർദ്ദ ഇട്ടുകൊണ്ടുവരും. അത് കഴിയുമ്പോൾ അത് കറുത്ത പർദ്ദയായിട്ട് മാറും. പിന്നീട് അവിടെ നിസ്കരിക്കാനുള്ള സ്ഥലം ആ സ്കൂളിൽ കൊടുക്കേണ്ടി വരും. പിന്നെ വെള്ളിയാഴ്ച അവധി കൊടുക്കേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ രാജ്യത്തെ നിയമങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ആ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിന്റെ എല്ലാവിധ ഇതും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ നിലപാടുകൾ നമ്മുടെ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളുടെ മേലധികാരി പ്രിൻസിപ്പൾ ആയാലും ഹെഡ് മിസ്റ്റർ ആയാലും ആ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സിസ്റ്ററെ മാതൃകയാക്കിക്കൊണ്ട് തന്നെ കർശനമായി ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കണം. അതിന് വേണ്ടുന്ന സപ്പോർട്ട് തങ്ങളുടെ രാഷ്ട്രീയ കൂട്ടുകെട്ടിനോ അല്ലെ രാഷ്ട്രീയ കൂട്ടിന്റെ ഭംഗം വരാം, ചിലപ്പോൾ കയ്യടികൾ കിട്ടിയില്ലെന്നത് വരാം, അല്ലെ മതേതരത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്റ്റലായി വാഴ്ത്തപ്പെട്ടില്ലായിരിക്കാം. പക്ഷെ എന്ന് തന്നെയാലും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ സപ്പോർട്ട് കൊടുക്കുകയും വേണം. നമുക്ക് മുസ്ലിം പെൺകുട്ടികളോട് തന്നെ ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇതൊരു ബൂമറാങ് ആണ്. ഈ കുട്ടികളെ, അതായത് കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ പെൺകുട്ടികളെ കൊണ്ട് ഇതിന് സമരം ചെയ്യിക്കുന്നതിന്റെ വരും വരായികൾ ഈ സഹോദരിമാർക്ക്, ഈ കൊച്ചു അനിയത്തിമാർക്ക് അറിയില്ല. ഇതൊരു ബൂമറാങ് ആണ്. ഇവരെ കൊണ്ട് എറിയിപ്പിക്കുന്ന ബൂമറാങ് കറങ്ങി ഇവരെ നേരെ തന്നെ വരും. 1950-ൽ 1960-കളിൽ അഫ്ഗാനിലെ കോളേജുകളിലേക്ക് ചിരിച്ച് കളിച്ചു പോയ പെൺകുട്ടികൾ ഇന്ന് കിളവികളായി മാറിയപ്പോൾ കണ്ണുപോലും പുറത്ത് കാണാൻ പറ്റാത്ത പുരുഷന്റെ സഹായമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, ഒരു കാർ ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇന്ന് ഈ പർദ്ദയ്ക്ക് വേണ്ടിയിട്ട്, മഫ്തയ്ക്ക് വേണ്ടിയിട്ട്, ഹിജാബിന് വേണ്ടിയിട്ട് ഈ കുഞ്ഞു പെങ്ങന്മാർ അല്ലെ സഹോദരിമാർ സമരം ചെയ്യുന്നു. ഈ സമരം ഇവർ തന്നെ വിജയിപ്പിച്ചു കൊടുത്താൽ വരും കാലങ്ങളിൽ ഇവർക്ക് പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ ഭർത്താവിന്റെ സഹായം വേണം. ഒരു സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല, ഒരു കാർ ഓടിക്കാൻ പറ്റില്ല, ഒരു സിനിമ കാണാൻ പറ്റില്ല, ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ പഠിച്ചു മടിക്കായി പൈലറ്റായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരു പെങ്കൊച്ചിനെ കല്ലെറിഞ്ഞു, അത്ര ക്രൂരമായ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്.
അതുകൊണ്ട് തന്നെ ഒരിക്കലും ഈ മുസ്ലിം പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കരുത്. ഇപ്പോൾ കന്യാസ്ത്രീകളെ രക്ഷപ്പെടുത്താനായിട്ട് നടക്കുന്ന വുമൺ ജസ്റ്റിസ് ഫോറത്തിന്റെ ഇത്തിത്താമാരോട് ഞങ്ങൾക്ക് അതാ പറയാനുള്ളത്. നിങ്ങൾ ഈ കുഞ്ഞു മക്കളുടെ ഭാവി കളയരുത്, ഇതിന് കൂട്ടുനിൽക്കരുത്. അവസാനമായി ഫാദർ ബിജു വെട്ടുകല്ലേൽ, ക്രൈസ്തവ ന്യൂനപക്ഷ സമുദായം വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ തറയിൽ പിതാവ് പറഞ്ഞതുപോലെ 11% ജനന നിരക്കും 19% മരണനിരക്കുമുള്ള ഒരു വിചിത്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ ക്രൈസ്തവ സഭകളെയും ക്രൈസ്തവ സമുദായത്തെയും എല്ലാവിധത്തിലും ആക്രമിച്ച് ഒതുക്കുക, തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പല ക്രൈസ്തവ വിരുദ്ധ സംഘടനകളും ഇപ്പം നമ്മുടെ സ്കൂളുകൾക്ക് നേരെ, ആശുപത്രികൾക്കൊക്കെ നേരെ സംഘടിതമായിട്ടുള്ള ഇതുപോലെയുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നു. ഈ തരുണത്തിൽ ക്രൈസ്തവ നേതൃത്വം എന്ത് നിലപാടാണ് എടുക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ അധികാരികൾ അവർ എത്രമാത്രം ഈ കാര്യത്തിൽ അവർ ശ്രദ്ധയുള്ളവരായിരിക്കണം? ഏത് രീതിയിലായിരിക്കണം അവരുടെ നിലപാടുകൾ? എന്നും ക്രൈസ്തവ സമൂഹം ഒരു ധാർമ്മികതയുടെ മുഖമാണ്. നമ്മൾ ക്ഷമയുടെയും സ്നേഹത്തിന്റെ എല്ലാം സന്ദേശം കൊടുക്കുന്ന മതമാണ്. ആ സഹിഷ്ണുതയെ പലപ്പോഴും വളരെ ബലഹീനതയായിട്ട് പലരും ചിത്രീകരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകൾ ശക്തിപ്പെടുത്തുകയും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയും മോറലായിട്ടുള്ള, അതായത് കുട്ടികൾ നമ്മുടെ കലാലയങ്ങളിലും സ്ഥാപനങ്ങളിലും കുട്ടികൾക്ക് എന്താണ് ക്ഷമയുടെയും സ്നേഹത്തിന്റെയൊക്കെ സന്ദേശം പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ നല്ല പൗരന്മാരാക്കി കൊടുക്കുവാനുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാ ഭാഗത്തും ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ലീഗലായിട്ട് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഒരിക്കലും നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ ഖനിക്കുന്ന രീതിയിൽ എന്ത് സംഭവം ഉണ്ടായാലും അതിനെതിരെ ശക്തമായിട്ട് ധാർമ്മികമായിട്ട് സമയാസമയം പ്രതികരിക്കുന്ന ഒരു നേതൃത്വം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ അത് ചില സന്ദർഭങ്ങളിൽ അത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ ഭാഗത്തു നിന്നൊക്കെ അതിന് സപ്പോർട്ട് ഇല്ലാത്ത വന്നപ്പോൾ ലീഗലായിട്ടാണെങ്കിലും കോടതിയുടെ സഹായത്തോടു കൂടി അത് നീതി പുലർത്തുന്ന രീതിയിലുള്ള ശക്തമായ നീക്കങ്ങൾ നമ്മുടെ സംഘടനയിലൂടെ അല്ലെങ്കിൽ സഭയിലൂടെ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമ്മളെല്ലാം ആ രീതിയിലേക്ക് എല്ലാ ലീഡർഷിപ്പിൽ വന്നിട്ടുണ്ട്. അന്മായ നേതൃത്വവും സഭാ നേതൃത്വവും ഒക്കെ ശരിയായ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മുടെ സമുദായത്തിനും അല്ലെങ്കിൽ സമൂഹത്തിനും നീതി നിലനിർത്തുന്നു എന്നുള്ള ഒരു സമൂഹമായിട്ട് എന്നും നിലനിൽക്കുവാനായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് വളരെ പോസിറ്റീവാണ്. നമുക്ക് ഒരിക്കലും സംഘർഷത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം സംഘർഷങ്ങളില്ലാത്ത സമാധാനത്തിന് സൃഷ്ടിക്കേണ്ട സമുദായമാണ് അല്ലെങ്കിൽ സഭാ കൂട്ടായ്മയാണ് നമ്മുടേത്. അവസാനമായി സിസ്റ്റർ സോണിയ തെരേസ് എസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച ഒരു കുറിപ്പിൻ്റെ അവസാന ഭാഗം. ക്രൈസ്തവ സന്യസ്തരായ എൻ്റെ സഹോദരിമാരോട്, നിങ്ങൾ ചോര നീരാക്കി വിദ്യ പകർന്ന് നൽകിയവർ തന്നെ നിങ്ങളുടെ കുതികാലിന് പരിക്കേൽപ്പിക്കും. കഴിഞ്ഞ ഏതാനും മാസങ്ങളിലേക്കും വർഷങ്ങളിലേക്കും തിരിഞ്ഞു നോക്കിയാൽ ക്രൈസ്തവ സന്യസ്തരുടെ നിഷ്കളങ്കതയെ ചൂഷണം ചെയ്തും അവരെ കരുക്കളാക്കിയും പല നിഗൂഢ ശക്തികളും നിരവധി കോലാഹലങ്ങളും സൃഷ്ടിക്കാൻ പരിശ്രമിക്കുന്നതും. ഇനി മുൻപോട്ടുള്ള നിങ്ങളുടെ ഓരോ ചുവടുവയ്പും വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കണം. കാരണം പോക്കറ്റിലും ബട്ടൺ ഹോളിലും ഒളിക്യാമറകൾ വെച്ച് നിങ്ങളുടെ ഓരോ ചലനങ്ങളും പകർത്തിയെടുക്കാൻ ആട്ടിൻ തോലണിഞ്ഞ ചെന്നായ്ക്കൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ടാകും. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമപാലകരും ഭരണാധികാരികളും നോക്കികുത്തികൾ ആയിരിക്കുന്നത്രയും കാലം നാം ഓരോരുത്തരും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വിവേകത്തോടെ പോരാടുക മാത്രമാണ് ഏക വഴി. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നവരെ തിരിച്ചറിയാൻ ഏറെ വൈകിപ്പോയതാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും നിന്ദനങ്ങളുടെയും പ്രധാന കാരണവും. പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരാകുമ്പോഴും സർപ്പങ്ങളെപ്പോലെ വിവേകികളായിരിക്കണം എന്ന ക്രിസ്തു മൊഴി മറന്നു പോകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും ഷെക്കന ടെലിവിഷൻ്റെ നന്ദി.